എറണാകുളം തൃപ്പൂണിത്തുറയിൽ പ്രചാരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. തൃപ്പൂണിത്തുറ ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് ജോയും മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് LDF സ്ഥാനാർത്ഥി കെ.എൻ. ഉണ്ണികൃഷ്ണൻ കളത്തിലിറങ്ങിയത്. സിറ്റിംഗ് MLA ആയിരുന്ന കെ ബാബുവിന്റെ നോമിനിയായ ദീപക് ജോയിയാണ് UDF സ്ഥാനാർത്ഥി. വികസന പ്രവർത്തനം നടത്തുകയും ക്ഷേമ പ്രവർത്തനം നടത്തുകയും വിസ്മയം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് കെ ബാബു. അതിൻ്റെ പിന്തുടർച്ചയാണ് തീർച്ചയായും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാകേണ്ടത്. MLA ആയിരുന്ന കാലയളവിൽ വൈപ്പിൻ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ കരുത്തുമായാണ് കെ.എൻ. ഉണ്ണികൃഷ്ണൻ പ്രചരണത്തിനിറങ്ങുന്നത്. UDF ഭരിച്ച 5 വർഷം തൃപ്പൂണിത്തുറയിലുണ്ടായത് വികസന മുരടിപ്പ് മാത്രമെന്ന കെ.എൻ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലാകെ നടന്നപ്പോഴും അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൃപ്പൂണിത്തുറയിലെ ജനപ്രതിനിധി പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷത്തിനാണ് ഭാവി. ഇടതുപക്ഷത്തിൻ്റെ വിജയം സുനിശ്ചിതമായിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നു. കേരളത്തിലുടനീളമുണ്ടായ വികസനത്തിന്റെ തുടർച്ചയാണ് തൃപ്പൂണിത്തുറയിലും LDF പ്രചരണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ 5 വർഷം വികസന മുരടിപ്പിലൂടെയാണ് കടന്നുപോയത്. അതിനാൽ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന്റെ കാറ്റ് ഇടതുപക്ഷത്തോടൊപ്പം വീശുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ക്യാമറമാൻ ബാദലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.